നിയമക്കുരുക്കുകൾ മൂലമാണ് തെരുവുനായ ശല്യം പരിഹരിക്കാൻ കഴിയാത്തത് എന്ന് ആറാട്ടുപുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ സജീവൻ മീഡിയ വണ്ണോട് പറഞ്ഞു. ഇതിന്റെ ഈ പ്രാഥമികവും അല്ലെങ്കിൽ ആത്യന്തികവുമായിട്ടുള്ള കാരണം നിങ്ങൾക്കെല്ലാം വ്യക്തമാണല്ലോ. ഇതിനെ തൊടാൻ പോലും അനുവദിക്കുന്നില്ല. ഇത് എവിടെങ്കിലും കൂടുതൽ പട്ടികള് അതിന്റെ ബോഡി എവിടെങ്കിലും കണ്ടുപോയി കഴിഞ്ഞാൽ ആ പ്രദേശത്തിരിക്കുന്നവരെ കേസെടുക്കുക. ഈ രൂപത്തിൽ മനുഷ്യനേക്കാൾ കൂടുതൽ പട്ടിയെ സംരക്ഷിക്കുന്ന അവസ്ഥയാണ് നമ്മുടെ രാജ്യത്ത് നിൽക്കുന്നത്. യു ഷൈജു കൂടുതൽ വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന്. ഷൈജു, ഈ പ്രദേശത്തെ പ്രശ്നം എന്തുമാത്രം വലുതാണ്? എന്താണ് ഈ ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ ഈ പ്രശ്നം പരിഹരിക്കാനുള്ള തടസ്സമായി പറയുന്നത്? നിഷാദെ, അതായത് ആറാട്ടുപുഴ എന്ന് പറയുന്നത് ഒരു തീരദേശ ഗ്രാമമാണ്. കാരണം കടല് കയറി ഏതാണ്ട് ആറാട്ടുപുഴ ഗ്രാമം തന്നെ കവർന്നെടുക്കുന്ന തരത്തിലേക്ക് നിരന്തരം കടൽ കയറ്റം നടക്കുന്ന ഒരു സ്ഥലം. അവിടെ മത്സ്യബന്ധനത്തിന് ആളുകൾ കൂടുതൽ അവരുടെ തൊഴിൽ മേഖല മത്സ്യബന്ധനമാണ്. അതുകൊണ്ട് തന്നെ ഈ മത്സ്യം ധാരാളമായി ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ വിറ്റഴിക്കുകയും അത് സംസ്കരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പ്രദേശം എന്ന നിലയിൽ തെരുവ് നായ്ക്കളുടെ ശല്യം സ്വാഭാവികമായി തന്നെ ഈ ഭാഗത്ത് കൂടുതൽ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ പല ആളുകളും വീട് മതിൽ കെട്ടി അതിനകത്ത് താമസിക്കുന്നതാണ്. പ്രത്യേകിച്ച് പകൽ സമയത്ത് പ്രായമായവർ, വിദ്യാർത്ഥികൾ, കൊച്ചുകുട്ടികൾ ഇവരെയൊന്നും പുറത്തേക്ക് വിടാൻ കഴിയാത്ത സാഹചര്യമുള്ള ഒരു നാടാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു അവസ്ഥയിലാണ് ആളുകൾ ജീവിക്കുന്നത്. ഇവിടെ തന്നെ ഇത് മതിൽ, ഞാൻ ഈ നിൽക്കുന്നത് ഈ കാർത്തിയാനമ്മ ഇന്നലെ താമസിച്ചിരുന്ന വീടിന് കോമ്പൗണ്ടിനകത്താണ്. ഇത് മതിൽ കെട്ടി ഇതിന് ഗേറ്റൊക്കെ ഉണ്ട്. ഗേറ്റൊക്കെ ഇട്ട് പൂട്ടിയിരുന്നതാണ്. ഇതിന് പുറത്ത് മറ്റൊരു വേലി കടന്നാണ് ഈ നായ ഇങ്ങോട്ട് വന്നതെന്നാണ് അനുമാനിക്കുന്നത്. ഈ കാർത്തിയാനമ്മ ഇവിടെ വളർത്തുന്ന മറ്റൊരു നായും ഉണ്ട്. ഞാൻ ഈ നിൽക്കുന്നത് ഈ കാർത്തിയാനമ്മ ഇവിടെ പകൽ സമയത്ത് താമസിക്കുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ ഈ കട്ടിലാണ് കാർത്തിയാനമ്മ താമസിക്കുന്നത്. പകൽ സമയത്ത് ഇവിടെയാണ് ഉണ്ടാവുക. ഇവിടെ ഉണ്ടായിരിക്കാൻ ഇപ്പോൾ അവിടെ നമുക്ക് കാണാം ഒരു ചുറ്റുപാത്രം, ഗ്ലാസ് പാത്രങ്ങളൊക്കെ കാണാം. അവർ ആഹാരം കഴിക്കും. ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ സ്വാഭാവികമായിട്ട് ഈ ആഹാരം കഴിക്കുന്ന സന്ദർഭത്തിൽ നായ ഈ ആഹാരം കണ്ടിട്ട് വരും. ആറിൽ വന്നതാണ് എന്നാണ് ഒരു അനുമാനമുള്ളത്. കാരണം ഏതാണ്ട് ഉച്ച സമയത്താണ് ഇത് സംഭവിച്ച് ഈ കാർത്തിയാനമ്മയെ കടിച്ച് കീറി വേണ്ട ഈ പോലീസ് എടുത്തിട്ടുള്ള ചിത്രങ്ങളൊക്കെ പരിശോധിച്ചാൽ അത് നമുക്ക് കാണിക്കാൻ പോലും കഴിയാത്തതാണ്. കാരണം ഒരു കണ്ണൊഴിച്ച് ബാക്കി മുഖത്തിന്റെ ഏതാണ്ട് എല്ലാ ഭാഗവും കടിച്ചു കീറിയ ഒരു നിലയിലായിരുന്നു കാർത്തിയാനമ്മ ഉള്ളത്. ഏതാണ്ട് മണിക്കൂറോളം സമയം, 1 മണിക്കൂറിലധികം സമയം അതേ അവസ്ഥയിൽ ഇവിടെ കിടക്കുകയും ചെയ്തിരുന്നു. അവിടെ നിന്നാണ് മകൻ ഗേറ്റ് തുറന്ന് വരുമ്പോഴാണ് അമ്മ ഈ അവസ്ഥയിൽ കിടക്കുന്ന കാണുന്നത്. മറ്റൊരു സുഹൃത്തിനെ വിളിച്ച് ആശുപത്രി കൊണ്ടുവരുന്നത്. അപ്പോൾ അദ്ദേഹത്തോടൊപ്പം, അതായത് മകൻ പ്രകാശിനൊപ്പം ആശുപത്രിയിൽ ഈ അമ്മയും കൊണ്ട് പോയ മണിക്കുട്ടൻ ഇപ്പോൾ എന്നോടൊപ്പം ഉണ്ട്. ശരിക്കും മണിക്കുട്ടൻ ആ കണ്ട സംഭവം ഒന്ന് വിശദീകരിക്കാൻ പറ്റും? സാറേ, എൻ്റെ അടുത്ത് എന്നെ വിളിക്കുമ്പോഴത്തേക്ക്, ഞാൻ വരുമ്പോഴത്തേക്ക് ഇവിടെ അമ്മയെ മൂടിപ്പോഞ്ഞ നിലയിലാണ് ഞാൻ കാണുന്നത്. വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകുന്ന സമയത്താണ് കൊണ്ടുപോയി വഴിമധ്യം എൻ്റെ അടുത്ത് പറയുന്നത് പട്ടി കടിച്ചാണെന്ന് പറയുന്നത്. പിന്നെ ഞാനത് കാണുന്നത് വണ്ടാനം ഹോസ്പിറ്റലിൽ ചെന്നതിന് ശേഷമാണ് മുഖം കാണുന്നത്. കായംകുളത്തിട്ട് വണ്ടി തിരിച്ചപ്പോഴത്തേക്ക് മകനാ പറഞ്ഞു, വേണ്ട നേരെ വണ്ടാനത്തേക്ക് പോകട്ടെ എന്ന് പറഞ്ഞത്. വണ്ടി തൃക്കുന്നപ്പുഴ കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾ മരിച്ചെന്ന് എൻ്റെ അടുത്ത് മകൻ പറഞ്ഞു. അങ്ങനെ വണ്ടാനത്തിൽ ചെന്ന് ഡോക്ടർമാർ പട്ടി കടിച്ച പാട് കാണണ്ടെന്ന് പറയുമ്പോഴത്തേക്കാണ് മുഖത്തിട്ട് തുണി മാറ്റി കഴിഞ്ഞപ്പോഴത്തേക്കാണ് കാണുന്നത് ഒരു മുഖത്തിന്റെ ഒരു 60% പട്ടി കടിച്ച നിലയിലാണ് കാണുന്നത്. കഴുത്തിന് ആഴമായ മുറിവാണ് മരണകാരണമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അന്നേരം എത്ര സമയമായിട്ടുണ്ടാവും നിങ്ങൾ കൊണ്ടുപോയി ഇത് കണ്ട്? 4 മണിക്ക് ശേഷം ഇവിടുന്ന് കൊണ്ടുപോകുന്നത്. 4 മണിക്ക് ശേഷമാണ് ഇവിടുത്തെ ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിയിലെ വണ്ടിയിലാണ് കൊണ്ടുപോകുന്നത്. ജയപ്രകാശ് എന്ന കമ്പനിയിലെ വണ്ടിയിലാണ് കൊണ്ടുപോകുന്നത്. എന്നെ ഇവിടെ വന്ന് കണ്ട ഒരു സുഹൃത്താണ് എന്നെ വിളിച്ച് പറഞ്ഞത്, എന്നെ പോലെ ഒരു അമ്മയും കൊണ്ട് ആശുപത്രി പോകാൻ പെട്ടെന്ന് പോയെന്നും പറഞ്ഞ് വിളിച്ച് അങ്ങനെ വന്നാണ് കൊണ്ടുപോകുന്നത്. പക്ഷെ ഞാൻ കൊണ്ടുപോകുന്ന സമയത്ത് ഈ അമ്മയുടെ മുഖമൊന്നും കാണാൻ പറ്റില്ല, പൊതിഞ്ഞാ കൊണ്ടുപോയി. ഈ തെരുവുനായുടെ ഒരു ശല്യം ഈ പ്രദേശത്ത് സാധാരണഗതിയിൽ എങ്ങനെയാണ് ഉണ്ടാവാറ്? എല്ലാ ദിവസവും, പ്രത്യേകിച്ച് വൈകുന്നേരങ്ങളിലൊക്കെയാണ്? വൈകുന്നേരങ്ങളിൽ കൂടുതലും നായ്ക്കളുടെ ശല്യം ഭയങ്കരമാണ്. പിന്നെ ഇവിടെ വേറെ പ്രവണത എന്ന് പറയുമ്പോൾ രാത്രി കാലങ്ങളിൽ നായ്ക്കളെ ചാക്കി കെട്ടി ഡംപ് ചെയ്യുന്നൊരു പരിപാടിയാണ്. ഞങ്ങൾ മിക്കവാറും ഈ ചാക്കിനകത്ത് അനക്കം കാണുമ്പോൾ ചിലപ്പോൾ ഈ ചിലര് പിള്ളേരെ കൊണ്ട് കളയുമല്ലോ, അതേപോലെയാണെന്ന് പറഞ്ഞ് അടിച്ചുവിട്ട് ഞങ്ങളുടെ നേരെ ആക്രമണമായിട്ടുണ്ടായിരുന്നു. ഈ നായ്ക്കളെ ചാക്കി കെട്ടിക്കൊണ്ട് കളയുന്നൊരു പരിപാടിയുണ്ട് ഇവിടെ. അങ്ങനെ ഒരുപാടുണ്ട്. ഈ പഞ്ചായത്തും അത്തരം സംവിധാനങ്ങളൊക്കെ ഇക്കാര്യത്തിൽ ഇടപെടാറില്ലേ? ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇവിടെ നായ്ക്കളുടെ ശല്യം എന്ന് പറയുമ്പോൾ ഇപ്പൊ ഇവിടെ ഒരു മിൽമാ പാലുണ്ട്. രാത്രി കാലങ്ങളിൽ ഞങ്ങൾക്ക് നടക്കത്തില്ല. ഇതില്ലേ, ഞങ്ങൾ മത്സ്യത്തൊഴിലാളികളാണ്, പോകാനൊക്കത്തില്ല. കയ്യിലൊരു കമ്പില്ലാതെ വെളിയിലോട്ട് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയായിപ്പോ. നിങ്ങൾ എന്ത് പരിഹാരമാണ് പഞ്ചായത്തിനോട് പറയുന്നത് ഇതിന് ഈ നായയുടെ ശല്യം ഒഴിവാക്കുന്നത്?
അല്ലെങ്കിൽ വന്ധീകരണം ചെയ്യുക, അല്ലെങ്കിൽ ഇവിടുന്ന് മാറ്റം ചെയ്യുക. ഞങ്ങളുടെ ഒഴിവായ സ്ഥലങ്ങളിൽ കൊണ്ട് ഇറക്കി പിന്നെ ഇവിടുന്ന് മാറ്റുന്നതിൽ ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്താൽ വളരെ ഉപകാരമായിരിക്കും. നിഷാദെ, അതാണ് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇവിടുന്ന് തെരുവുനായ്ക്കളെ ഒഴിവാക്കുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായ ഒരു കാര്യമാണ്. ആറാട്ടുപുഴ പോലെ ഒരു തീരദേശ ഗ്രാമത്തിനകത്ത് മത്സ്യബന്ധനം ഒരു പ്രധാന തൊഴിൽ മാർഗമായി സ്വീകരിച്ച മത്സ്യത്തിന്റെ ഏതാണ്ട് അതിനെ പിടിച്ചു കൊണ്ടുവന്ന് കരയ്ക്ക് കൊണ്ടുവന്ന് സംസ്കരണം അടക്കം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രദേശത്ത് നായ്ക്കൾ, കാരണം ഇത്തരം കാര്യങ്ങൾ നടക്കുന്നിടത്തേക്ക് നായ്ക്കൾ വരിക, അവരെ വന്ധ്യകരണം നടത്തുകയോ മറ്റേതെങ്കിലും തരത്തിൽ ഒഴിവാക്കുകയോ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പല നടപടികളും എടുത്തു എന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ പറയുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് ഇപ്പോൾ വണ്ടാനത്തെ ഇൻക്വസ്റ്റ് നടപടികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പോയിട്ടുണ്ട്. അദ്ദേഹം പറയുന്ന അതാണ്, മുതുകുളത്ത് ഒരു പ്രത്യേക സ്ഥലം എടുത്ത് ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ, ഇത് മുതുകുളം ബ്ലോക്കിന് കീഴിലാണ് ഉള്ളത്, ഈ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ വലിയൊരു പ്രൊജക്ട് ഉണ്ട്. ആ പ്രൊജക്ട് ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നതിന് ഈ സ്ഥലം കണ്ടെത്തിയെടുത്ത് അവിടെ നാട്ടുകാർ സമ്മതിക്കുന്നില്ല. അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നതുകൊണ്ടാണ് ഇതിനുള്ള ഒരു ശ്രമം നടക്കാതെ പോകുന്നതെന്നാണ്. ഏതായാലും കാർത്തികേയനമ്മയുടെ സംഭവം അങ്ങേയറ്റം ദാരുണമായ ഒരു പ്രശ്നമായി മാറിയിട്ടുണ്ട്. സ്ഥലം MLA കൂടിയായ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഈ പ്രശ്നത്തിൽ ഇപ്പോൾ ഇടപെട്ടിട്ടുണ്ട്. അദ്ദേഹം ആവശ്യപ്പെടുന്നത് അടിയന്തര നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് തദ്ദേശ സ്ഥാപനങ്ങൾ ഇടപെടണം എന്നൊരാവശ്യവും അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ട്. അങ്ങനെ വലിയ പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്തുനിന്നും ജനപ്രതിനിധികളുടെ ഭാഗത്തുനിന്നും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. കാർത്തികേയനമ്മയുടെ ഈ ദാരുണ സംഭവത്തിന് ശേഷം ഈ പഞ്ചായത്തും മറ്റ് സംവിധാനങ്ങളും ഉണരുമെന്നൊരു പ്രതീക്ഷ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. നിഷാദ്, ഷൈജു, ഈ അവിടുത്തെ ലോക്കൽ അഡ്മിനിസ്ട്രേഷന്റെ ഭാഗമായ ആളുകൾ ഈ നിയമപരമായ പ്രശ്നം എന്ന് പറയുന്നത് എന്താണ്? ഈ നായയെ കൊല്ലാൻ പറ്റില്ല എന്ന പ്രശ്നമുണ്ട്. പക്ഷെ അതിനെ ഷെൽട്ടറുകളിലേക്ക് മാറ്റാൻ കഴിയും, അവിടെ നിന്ന് പട്ടിയെ പിടിച്ച് വേറെ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി താമസിപ്പിക്കുക എന്നൊക്കെ പറയുന്നത് ഗുരുതരമായ മനുഷ്യജീവിത പ്രശ്നം ഉണ്ടായാൽ അത് ചെയ്യാൻ ആലോചിക്കേണ്ടതല്ലേ? അത്തരം ആലോചനകൾ അവിടെ നടക്കുന്നില്ല എന്നുള്ള പ്രശ്നമുണ്ടോ ഒന്ന്? രണ്ടാമത് നമുക്ക് ആ ഏരിയ കുറച്ചുകൂടി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ തോന്നുന്നു. എന്താണ് ശരിക്കുള്ള അവിടുത്തെ പ്രശ്നം? ഈ സംഭവം നടന്ന സ്ഥലം അത് കുറച്ചുകൂടി ഒരു വാക്ക് ത്രൂ കാണിച്ചാൽ നന്നാവും ഷൈജു. അതെ, ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ കടലോരത്ത് ഈ കോമ്പൗണ്ടിനകത്താണ്. നമ്മുടെ ക്യാമറ പുറത്തേക്ക് കൊണ്ടുപോകുന്നതിന് ചില പരിമിതികളുണ്ട്. പക്ഷെ ഞാനൊരു കാര്യം പറയാം, ഇത് അറബിക്കടലിനും കായംകുളം കായലിനും ഇടയിൽ ഒരു നാട പോലെയുള്ള ഒരു പ്രദേശം. സുനാമി ദുരിതബാധിത പ്രശ്നങ്ങൾക്ക് ശേഷം ഈ ഏതാണ്ട് 20 വർഷമായി, നാളെ അത് 20ാമത്തെ വാർഷികം നടക്കുകയാണ്. ഈ രണ്ട് പഞ്ചായത്ത് അംഗം ശ്രീമതി രശ്മി നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീമതി രശ്മി, ഈ പ്രശ്നം പരിഹരിക്കുക എന്നത് പ്രധാനമാണല്ലോ. നിയമപരമായ പരിമിതിയുണ്ട്, മറ്റ് പല തടസ്സങ്ങളുണ്ട് എന്നതുകൊണ്ട് ആളുകളെ ഈ അപകടകരമായ ഒരു സാഹചര്യത്തിൽ വിട്ടുകളയാൻ പഞ്ചായത്തിന് കഴിയുമോ? നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത്, ചെയ്യാൻ കഴിയുക? നമുക്കിപ്പോൾ ചെയ്യാൻ കഴിയുമെന്ന് വെച്ചാൽ, നമ്മള് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഒരു പദ്ധതി ഉണ്ട്, നമുക്ക് ABC പ്രോഗ്രാം. അപ്പൊ അതുമായി നമുക്ക് സഹകരിച്ചുകൊണ്ട് നമുക്ക് വന്ധീകരണം നടത്താനുള്ള എല്ലാ സ്ഥലവും എല്ലാം നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ എല്ലാം പ്രോജക്റ്റ് പദ്ധതിയിലെല്ലാം ഫണ്ടെല്ലാം നമ്മൾ നീക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ വർഷം നമ്മൾ പ്രതിരോധ കുത്തിവയ്പ്പ് നടത്തി ഈ തെരുവ് നായ്ക്കൾക്കെതിരെ തന്നെ. പിന്നെ അതിനു മുമ്പ് നമ്മൾ സ്റ്റെറിലൈസേഷൻ പ്രോഗ്രാം നടത്തി 100 പട്ടിക. ഈ ABC ഒക്കെ ശരിക്കും നടക്കുന്നുണ്ടോ? അല്ല, നടത്താനുള്ള പദ്ധതി നമ്മളിപ്പോൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. നമുക്ക് ഈ വാർഷിക പദ്ധതിയിൽ നമ്മൾ അതിനുള്ള തുക മാറ്റി വെച്ചിട്ടുണ്ട്. നിലവിൽ ഇപ്പം നായ്ക്കളെ ഈ പ്രദേശത്ത് നിന്ന് മാറ്റാൻ അടിയന്തരമായി ഒന്നും ചെയ്യാനില്ല എന്നുള്ളതാണ് സത്യം നിങ്ങളെ സംബന്ധിച്ച്. ഞങ്ങൾ അടിയന്തരമായി ഇനി ഈ പ്രശ്നത്തിൽ മന്ത്രിയുമായി സംസാരിച്ചിട്ട് ഉടനെ തന്നെ തീരുമാനം എടുക്കുന്നതായിരിക്കും. ശരി, താങ്ക് യു രശ്മി.